നമസ്കാരം. 1969 എൻ്റെ അച്ഛനും ഗുരുനാഥനുമായ PK മുഹമ്മദ് ഗുരുക്കളുടെ നേതൃത്വത്തിൽ പ്രാചീന കേരള കളരി സംഘം സ്ഥാപിതമായി. നിരവധി വിദ്യാർത്ഥികൾ പഠിച്ച കളരിയിൽ ഇന്നും കുട്ടികൾ പഠനം തുടരുന്നു. നമ്മുടെ പ്രാചീന കേരള കളരി സംഘത്തിൽ എൻ്റെ അച്ഛൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള അഭ്യാസങ്ങൾ, വർഷങ്ങൾക്ക് മുന്നേ തയ്യാറാക്കി വെച്ചിട്ടുള്ള അഭ്യാസം ഓരോ 10 ക്ലാസ്സുകൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 1ാം ക്ലാസ്, 2ാം ക്ലാസ് അങ്ങനെ തുടങ്ങി 10 ക്ലാസ്സുകൾ തയ്യാറാക്കി വെച്ചിട്ട് ഓരോ ക്ലാസ്സിലും ഇത്ര ഐറ്റംസ് വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു. 1ാം ക്ലാസ് എന്ന അഭ്യാസത്തിൽ 10 പാഠങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ 10 പാഠങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കൊരു പരീക്ഷ വയ്ക്കുന്നു. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്നു. അതിനുശേഷം 2ാം ക്ലാസ്സിലേക്ക് ആ കുട്ടി പ്രവേശിക്കുകയാണ്. അതിനുശേഷം 2ാം ക്ലാസ്സിൽ ഒരു 14 ഐറ്റംസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ 14 ഐറ്റംസ് കഴിയുമ്പോൾ വീണ്ടും ഒരു പരീക്ഷ നടത്തുന്നു. അങ്ങനെ 3ാം ക്ലാസ്, അങ്ങനെ നമ്മുടെ ക്ലാസ് ഐറ്റംസ് ഒരു സൈഡിലൂടെ പോകുമ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ആയുധ പരിശീലനം ഒരു സൈഡിലൂടെ, അതുപോലെ നമ്മുടെ മത്സര ഇനങ്ങൾ, ജില്ലാ മത്സര ഇനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗം അങ്ങനെ പോകുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം, അതിനു വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധയുള്ള നല്ല ആത്മാർത്ഥതയിൽ ചെയ്യുന്ന കുട്ടികളെ തിരഞ്ഞെടുത്ത് നമ്മൾ അവരെ കൂടുതലായിട്ട് അവർക്ക് പരിശീലനം നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് കുട്ടികളിവിടെ കളരി പരിശീലിക്കുന്നത്. ആയുധ പരിശീലനങ്ങളൊക്കെ വളരെ പതുക്കെയാണ് നമ്മൾ പഠിപ്പിക്കാറ്. പഴയ കാലങ്ങളിലൊക്കെ ഒരുപാട് മെയ്യഭ്യാസങ്ങളും കാലുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആയുധ പരിശീലനത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് നമുക്ക് വേഗത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട അവസ്ഥകളുണ്ടാകുന്നു. ജില്ലാ മത്സരത്തിൽ വാളും പരിച, അതുപോലെ തന്നെ മറപിടിച്ച കുന്തം, ഒറ്റപ്പയറ്റ് എന്നിങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ട അവസ്ഥകളുണ്ടാകും. കുട്ടികളത് വളരെ ശ്രദ്ധയോടെ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടതും. കുട്ടികൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. നമ്മുടെ കളരിയിൽ പെൺകുട്ടികളൊക്കെ കളരി പഠിക്കണതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവർക്ക് കൈക്കരുത്തുണ്ടാവുക. നമ്മുടെ അടിതടകൾ നല്ല രീതിയിൽ കുട്ടികൾ പഠിക്കണം. പല രീതിയിലുള്ള അടികളും കാലുകൊണ്ടുള്ള ചവിട്ടുകളും വീഴ്ചകൾ, നമ്മൾ വീണ് കുറേ പഠിക്കാനുണ്ട്. ഒരാൾ നമ്മൾ ഉന്തി കഴിഞ്ഞാൽ, വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീക്കാനും ആ മാനസികമായിട്ടുള്ള സംഘർഷം ഒഴിവാക്കാൻ, ടെൻഷൻ ഒഴിവാക്കാനൊക്കെ നമ്മൾ വീണ് അടികൊണ്ട് ചവിട്ടുകൊണ്ടൊക്കെ പഠിക്കേണ്ടത് നല്ലതാണ്. നമ്മുടെ കളരിയിൽ വടക്കൻ സമ്പ്രദായം, തെക്കൻ സമ്പ്രദായം, മധ്യകേരള സമ്പ്രദായങ്ങളും നമ്മുടെ പ്രാചീന കേരള കളരി സംഘത്തിൽ പഠിപ്പിച്ചു വരുന്നു. അതിൽ നമ്മുടെ തെക്കൻ സമ്പ്രദായത്തിൽ പിടിമുറ, അതുപോലെ തന്നെ അടിതട, കത്തിമുറങ്കയും അങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ ആണ് നമ്മൾ തെക്കൻ സമ്പ്രദായത്തിൽ നമ്മൾ പരിശീലനം കൊടുക്കുന്നത്. വടക്കൻ സമ്പ്രദായത്തിൽ മെയ്പ്പയറ്റ്, വിവിധയിനം കാലുകൾ, കെട്ടുകയറിപ്പയറ്റ്, ഒറ്റപ്പയറ്റ്, മുച്ചാൻ പയറ്റ് എന്നിങ്ങനെയുള്ള അഭ്യാസങ്ങൾ നമ്മളിവിടെ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യകേരള സമ്പ്രദായത്തിൽ പല രീതിയിലുള്ള കളം ചവിട്ടുകൾ, പല രീതിയിലുള്ള ചാട്ടങ്ങൾ, അങ്ങനെയുള്ള അഭ്യാസങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ മധ്യകേരള സമ്പ്രദായത്തിൻ്റെ ഐറ്റംസുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഞാനൊക്കെ കളരിയിലേക്ക് വരുമ്പോൾ 7ാമത്തെ വയസ്സിലാണ് ഞാൻ കളരിയിൽ ചേരുന്നത്. അതൊരു വിദ്യാരംഭണ ദിവസം. എന്നെ സുകുമാരൻ ഗുരുക്കൾ, ഗുരുവായൂരുണ്ടായിരുന്ന സുകുമാരൻ ഗുരുക്കളും എൻ്റെ അച്ഛനുമാണ് എന്നെ കളരിയിലേക്ക് പ്രവേശിച്ചത്. നമ്മുടെ കളരി വാടാനപ്പള്ളിയിൽ നടുവിൽക്കര എന്ന ഗ്രാമത്തിലാണ് കളരി സ്ഥിതി ചെയ്യുന്നത്. 56 വർഷം നമ്മുടെ കളരി പിന്നിടുകയാണ്. കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കാനും നല്ല ക്ഷമാശീലരായിട്ട് നല്ല ആത്മാർത്ഥതയോടെ കുട്ടികൾ മുന്നോട്ട് വരാനും ദൈവം അവരെ എല്ലാവരെയും സഹായിക്കട്ടെ.